ഹേ ഗായ്സ്, വെൽക്കം ടു ലാഫിംഗ് ലെമൺ. ഇന്ന് നമ്മളൊരു ബാക്ക് ടു സ്കൂൾ സീരീസാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തേക്കണേ. ഇതുവരെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതൊരു സിമ്പിൾ ക്രാഫ്റ്റാണ്. നമ്മൾ ഈ വീഡിയോയിൽ 3 ക്രാഫ്റ്റ് പറയുന്നുണ്ട്. അതായത് നമുക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടായിക്കൊണ്ട് പോയാൽ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം. ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. ആദ്യം നമ്മൾ റെക്റ്റാങ്കുലർ ഷേപ്പിൽ പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത പേപ്പേഴ്സിൽ നമ്മൾ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കെച്ച് ഏതാണോ അത് വെച്ച് ലൈൻസ് വരച്ചു കൊടുക്കുക. അതിന് മുന്നേ അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ക്ലൗഡ് ലൈക്ക് പാറ്റേൺ നമ്മൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന് ക്രോസ് ആയിട്ടും വരകൾ വരച്ച് അതങ്ങ് ഫില്ല് ചെയ്യുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ സ്കെയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാനിതിൽ ആദ്യം മഞ്ഞ വെച്ച് ട്രൈ ചെയ്ത് നോക്കി, കുറച്ചുകൂടെ ഏസ്തറ്റിക് ആവുമെന്ന് അറിയാം. പക്ഷേ എന്തോ മഞ്ഞ ഇതിൽ കാണുന്നില്ല. പിന്നെ ഞാൻ ബാക്ക് ടു വേറൊരു ഡാർക്ക് കളറിലേക്ക് തന്നെ പോയി. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഷെയ്ഡിൻ്റെ ഒരു കുറച്ചുകൂടെ ഡാർക്ക് വെർഷൻ വെച്ചിട്ട് ഞാൻ അതിന് ക്രോസ് ആയിട്ട് വരച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട കളേഴ്സോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വരയ്ക്കുകയോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഡിസൈൻ അങ്ങനെയൊന്നുമില്ല. ഏകദേശം ഒരു പാറ്റേൺ ഇത് വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഉള്ള ആ ഒരു ഗ്യാപ്പിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കി നെയിം സ്ലിപ്പിൽ എന്തൊക്കെ മാറ്റേഴ്സ് ഉണ്ടോ അതെല്ലാം അതിൽ ജസ്റ്റ് എഴുതി കൊടുക്കുക. അതായത് നമ്മുടെ പേര്, റോൾ നമ്പർ, ക്ലാസ്, സ്കൂളിൻ്റെ പേര്, സബ്ജക്റ്റ്, ഇതൊക്കെ. പിന്നെ നമ്മുടെ അതിൽ കുറച്ച് കവായി സ്റ്റിക്കേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിക്കറോ അങ്ങനെയൊന്നും കാര്യമായിട്ട് ഞാൻ കളക്ട് ചെയ്ത് ഇതുവരെ വെച്ചിട്ടില്ല. സോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള സോഴ്സ് വെച്ച് ഞാൻ കുറച്ച് സിമ്പിൾ പാറ്റേൺസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ ഈ ക്രാഫ്റ്റ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാറ്റേൺ. ഇത് ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് മറ്റേ മണി പ്ലാന്റ് ഒക്കെ പോലൊരു പ്ലാന്റ്, അതിൻ്റെ ലീവ്സ് കാര്യങ്ങൾ മാത്രം, ഒരു സിമ്പിൾ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അധികം ടൈം ഇങ്ങനത്തെ ക്രാഫ്റ്റിന് വേണ്ടി എടുക്കാനില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. കഴിഞ്ഞടാ, ഇതിത്രയേ ഉള്ളൂ. ഇതിത്ര സിമ്പിളായിട്ടുള്ളൊരു പാറ്റേണാണ്. എന്നിട്ട് നമ്മൾ ഈ ബാക്കി വരുന്ന സ്പേസിൽ നമ്മുടെ പേര്, ക്ലാസ്, റോൾ നമ്പർ, ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കെച്ചോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ വരുത്താം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. ഇതൊരു തേർഡ് പാറ്റേണാണ്. ഇത് പണ്ട് നമ്മൾ അസൈൻമെൻറ്റ്സൊക്കെ ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ആക്കത്തില്ലേ. അതായത് ഇപ്പം സബ്മിറ്റ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് ഉള്ളതിന് മുന്നേ എന്തെങ്കിലും ഒരു ഡിസൈൻ വരച്ചൊന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കത്തില്ലേ. അങ്ങനത്തെ ടൈമിൽ ഞാനൊക്കെ സ്കൂളിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനായത്. ഇത് വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുത്തിട്ട് അതിനകത്ത് പേരും കാര്യങ്ങളും എല്ലാം എഴുതി അതൊരു നെയിം സ്ലിപ്പായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണം ഈ ലാസ്റ്റ് ഡിസൈനിൻ്റെ പുറത്തുകൂടിയും കൂടി കളേഴ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് കളർ പേപ്പർ വെച്ച് ഒരു നെയിം സ്ലിപ്പ് ട്രൈ ചെയ്യാം. ഒരു കളർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ പുറത്തുകൂടി ജസ്റ്റ് നമ്മുടെ ക്ലൗഡ് പോലത്തെ ഒരു ഡിസൈൻ ജസ്റ്റ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതനുസരിച്ച് ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാവരും സിസേഴ്സ് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതാ കുറച്ചുകൂടി എന്താ പറയുക, സിമ്പിൾ. എന്നിട്ട് നമ്മൾ അതിൽ ഗമ്മ് തേച്ചിട്ട് ഒരു വൈറ്റ് പേപ്പർ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു വൈറ്റ് പേപ്പറിൻ്റെ മേളിലേക്ക് ഇത് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഡിസൈൻ കിട്ടും. എന്നിട്ട് നമുക്ക് ആ കളർ പേപ്പറിനകത്ത് നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്കിതൊരു നെയിം സ്ലിപ്പ് ആക്കാം. ഇനി നമ്മുടെ കയ്യിലുള്ള പഴയ പെൻസിലിന് ഒരു മേക്ക് ഓവർ കൊടുക്കാം. അതിന് ചെറിയൊരു പീസ് വൈറ്റ് പേപ്പർ എടുക്കുക. പിന്നെ ചെറിയൊരു പീസ് ഏതെങ്കിലും കട്ടിയുള്ള പേപ്പർ, കളർ പേപ്പർ തന്നെ വേണമെന്നില്ല. ഞാനിതിൽ ഹലോ കിറ്റിയാണ് വരയ്ക്കാൻ നോക്കുന്നത്. സോ നമുക്കിനി ഹലോ കിറ്റിയെ വരച്ചു കൊടുക്കാം. ഞാൻ ഹലോ കിറ്റിയെ വരച്ചിട്ട് എനിക്ക് അത്ര അങ്ങോട്ടത് സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം അത് എന്തോ അത്ര ശരിയായില്ല. എവിടേക്കോ എന്തൊക്കെയോ കുഴപ്പം. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവത്തില്ലേ, എവിടോ എന്തൊക്കെയോ കുഴപ്പമില്ലേ. അങ്ങനെ ഞാനതങ്ങ് കളഞ്ഞു. എന്നിട്ട് ഞാൻ വേറൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കി. ഇത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയ ഹലോ കിറ്റിയാണേ. എന്നിട്ട് നമുക്ക് നേരത്തെ എടുത്ത ആ കളർ പേപ്പറില്ലേ അത് നമ്മുടെ പെൻസിലിൽ വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. അതായത് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പെൻസിലിന്. എന്നിട്ട് നമുക്കിത് ഗ്ലൂ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മളിത് ഉണങ്ങാനായിട്ട് വെക്കുക. ഇത് ഉണങ്ങിയിട്ട് മാത്രം നമ്മൾ നമ്മുടെ ഹലോ കിറ്റിയുടെ ആ ഒരു ടോപ്പില്ലേ അത് ഇതിലേക്ക് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളടാ, അടിപൊളിയായിട്ട് നമുക്ക് പെൻസിലിനൊരു ടോപ്പ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് ഒരു കാർഡ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഒരു കളർ പേപ്പറാണ്. നിങ്ങൾ എന്തായാലും റെഡ് കളറിൽ തന്നെ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് നോക്കണേ. ഇല്ലെങ്കിൽ നമ്മൾ വൈറ്റ് പേപ്പറിൽ ഇതുപോലൊരു ഹേർട്ട് വരച്ചിട്ട് കളർ ചെയ്തെടുത്താലും മതി. റെഡ് കളർ തന്നെ ചെയ്യാനായിട്ട് നോക്കുക.
അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഹേർട്ട് കിട്ടും. പിന്നെ നമ്മൾ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലൊരു വര വരച്ചിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്തിങ്ങ് എടുക്കുക. ഇത് നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സിന് മാത്രമല്ല, ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ നമുക്ക് വേറെ ആർക്ക് വേണമെങ്കിലും നമുക്കിതിങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. നമ്മൾ എന്നിട്ട് ഇതുപോലൊരു വെള്ള പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക ഈ ഒരു മെഷർമെൻറ്റിൽ. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഹേർട്ടിൻ്റെ മേൽഭാഗം എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കാണുന്ന വൈറ്റ് പോർഷനിൽ നമുക്ക് എന്താണോ മെസ്സേജസ് അവരുടെ അടുത്ത് കൺവേ ചെയ്യാനുള്ളത് അത് നമുക്ക് എഴുതി കൊടുക്കാം. ഇതുപോലെ ഈ ഹേർട്ടിൻ്റെ താഴത്തെ ഭാഗമില്ലേ, അത് ഈ പേപ്പറിൻ്റെ താഴത്തെ ഭാഗമായിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ പേപ്പർ തിരിച്ച് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഹേർട്ട് മാത്രമായിട്ട് കാണാൻ പറ്റും. മെസ്സേജ് ആ ഒരു പേപ്പറും പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മളത് കാണണമെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.